ജിൽസി പുതിയ ബിഷപ്പായി റാഫേൽ തട്ടിൽ അധികാരത്തിലേറിയ അതുമുതൽ വിമതർ വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡും അതിന് പിന്നാലെ ഇറങ്ങിയ സർക്കുലറും വലിയ വിവാദത്തിലേക്കാണ് വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് സഭ തന്നെ അത് സഭ ഇറക്കിയ സർക്കുലർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെയാണ് ഈ സിനഡുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനം പുറത്തു വന്നിട്ടുള്ളത്. ഈ സിനഡ് തീരുമാനപ്രകാരം ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ നിർദ്ദേശം അംഗീകരിക്കാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് സിനഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഈ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതിലിപ്പോഴും സമവായം കാണാൻ കഴിയുന്നില്ല. പക്ഷേ സിനഡ് കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ്. വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുന്ന കുർബാന എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയാണ്. അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃത കുർബാനയായിരിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് അംഗീകരിക്കാത്ത വൈദികർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പള്ളികളിൽ നടന്ന പ്രതിഷേധത്തിൽ വെച്ച് നമ്മൾ കണ്ടതാണ്. അൽമായ മുന്നേറ്റം വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിഷപ്പ് ഹൗസ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും എന്നുള്ളതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും ഇന്ന് അവരുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സിനഡിന്റെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തുടർ പ്രതിഷേധ പരിപാടികൾ ഇന്ന് എന്തായാലും തീരുമാനിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നടപടി എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള നിലപാടിലാണ് ഒരു കൂട്ടം വൈദികരുമുള്ളത്. അതായത് ഏകീകൃത കുർബാന അർപ്പിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വൈദികർ നിലപാട് കടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും പ്രതിഷേധവുമായി വിമത വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അതിന് എതിരായി തന്നെയാണ് സിനഡിന്റെ തീരുമാനം. ജില്ലയിൽ ഇന്ന് മറ്റ് പല പ്രധാനപ്പെട്ട വാർത്തകളും ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് ഗതാഗത മന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ശോചനീയാവസ്ഥ വർഷങ്ങളായി തുടരുന്നതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിലും അവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതും ഒപ്പം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും ഒക്കെ തുടർ പ്രശ്നങ്ങളാണ്. കോടതി ഇടപെട്ടിട്ട് പോലും അതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഗതാഗത മന്ത്രി ഇത് നേരിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാവുക.